നാലാഞ്ചിറയിൽ മക്കളുടെ മുന്നിൽ യുവതിയെ കഴുത്തറുത്തു കൊന്ന കേസിൽ പ്രതിയായ ഭർത്താവ് സുരേഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തമിഴ്നാട് ചിദംബരത്ത് റെയിൽവേ ട്രാക്കിലാണ് ഇയാളുടെ മൃതദേഹം കണ്ടെത്തിയത്. ബുധനാഴ്ച പുലർച്ചെ ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം സുരേഷ് കാറിൽ വീട്ടിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ തിരച്ചിലിൽ കാർ ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. പിന്നാലെയാണ് ഇന്ന് രാവിലെ സുരേഷിന്റെ മൃതദേഹം ചിദംബരത്ത് കണ്ടെത്തിയത്. ഇയാൾ ജീവനൊടുക്കിയതാകാമെന്നാണ് പോലീസ് കരുതുന്നത്. തിരുവനന്തപുരം നാലാഞ്ചിറയിൽ ഉദിയന്നൂർ ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന ഹസീന ബീവിയെയാണ് ഭർത്താവ് സുരേഷ് മക്കളുടെ മുന്നിൽ വെച്ച് കഴുത്തറുത്ത് കൊന്നത്. കുടുംബ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. 4 മാസം മുൻപാണ് ഇവർ നാലാഞ്ചിറയിലെ വാടക വീട്ടിൽ താമസം തുടങ്ങിയത്. സുരേഷും ഹസീനയും തമ്മിൽ നേരത്തെ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് ദിവസങ്ങൾക്ക് മുൻപ് ഹസീന വീട്ടിൽ നിന്ന് പോയി. തുടർന്ന് സുരേഷ് പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിനിടയിൽ വിഷം കഴിച്ച് ജീവൻ ഒടുക്കാനും സുരേഷ് ശ്രമിച്ചിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് വിളിച്ചതിനെ തുടർന്ന് ഹസീന തിരിച്ചെത്താൻ സന്നദ്ധത അറിയിച്ചു. പിന്നീട് ഇവരെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് ഹസീനയും മാതാവിനെയും മക്കളെയും കൂട്ടിയാണ് വീട്ടിലേക്ക് വിട്ടത്. എന്നാൽ പിറ്റേ ദിവസം തന്നെ ഇരുവരും തമ്മിൽ വീണ്ടും വഴക്കുണ്ടാവുകയായിരുന്നു. അടുക്കളയിൽ ഉണ്ടായിരുന്ന കത്തി ഉപയോഗിച്ചാണ് സുരേഷ് ഭാര്യയുടെ കഴുത്തറുത്തത്. ശേഷം കത്തി കഴുകി വൃത്തിയാക്കി അടുക്കളയിൽ വെച്ച ശേഷമാണ് സുരേഷ് രക്ഷപ്പെട്ടത്. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ പോലീസ് ഹസീനയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സ്കൂളിൽ പോകാൻ ഒരുങ്ങിയിരുന്ന മക്കൾക്ക് മുന്നിലിട്ടാണ് പിതാവ് അമ്മയെ ദാരുണമായി കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. പുലർച്ചെ മക്കൾ ഉണർന്നത് വലിയ ബഹളം കേട്ടാണ്. മുകൾ നിലയിലെ മുറിക്കുള്ളിൽ ചോരയിൽ കുളിച്ച് അമ്മ കിടക്കുന്നത് കണ്ട് കുഞ്ഞുങ്ങൾ ഞെട്ടിവിറച്ചു പോയി. മൂത്ത മകൾ അമൃതയാണ് അമ്മയെ അച്ഛൻ കൊന്ന വിവരം പോലീസിൽ വിളിച്ചറിയിച്ചതും.